ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം. വയനാട് പുൽപ്പള്ളി കബിനിഗിരിയിൽ ഓട്ടോ ഡ്രൈവറായിരുന്ന ഡ്രൈവർ ജോബി ഇനി കർത്താവിന്റെ പുരോഹിതൻ. നോബർട്ടൈൻ സന്യാസ സഭാംഗമായ ഫാദർ സെബാസ്റ്റ്യൻ കിടങ്ങേത്ത് മരക്കടവ് സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വെച്ച് തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന്റെ കൈവപ്പ് വഴി ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചു. മരക്കടവ് കിടങ്ങേത്ത് പരേതനായ പൗലോസിന്റെയും മേരിയുടെയും മകനാണ് ഫാദർ ജോബി. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജോബി മിൽമ സൊസൈറ്റിയിൽ പാലളക്കുന്ന ജോലി ചെയ്യാൻ ആരംഭിക്കുന്നത്. 21 വയസ്സുവരെ ജോബി മിൽമ സൊസൈറ്റിയിൽ ആ ജോലി തുടർന്ന് എറണാകുളത്ത് മാർക്കറ്റിംഗ് കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി 1.5 വർഷം ജോലി ചെയ്തു. അതിനുശേഷം ഒരു എസ്റ്റേറ്റിൽ 6 മാസം ജോലി ചെയ്തു. പിന്നീട് നാട്ടിൽ തിരിച്ചുവന്ന് ഒരു കടയിട്ടു. 3 വർഷത്തോളം കച്ചവടം ചെയ്തു. അതിനുശേഷം കോഴിക്കോട് ഒരു പച്ചക്കറിക്കടയിൽ 6 മാസം ജോബി ജോലി നോക്കി. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് നാട്ടിൽ തന്നെ കൂലിപ്പണിക്കായി പോയി. അതിനുശേഷം പെരുമ്പാവൂരിൽ കാർട്ടൺ ബോക്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ 2 വർഷം ജോലി ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ജോബി നാട്ടിൽ ഓട്ടോ ഓടിക്കുവാൻ തുടങ്ങിയത്. ജോബിയുടെ ഒപ്പം വേദപാഠ ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച ജോബി എന്നു പേരുള്ള തന്റെ കൂട്ടുകാരൻ നോർബർട്ടൈൻ സന്യാസഭയിൽ ചേർന്ന വൈദികനായി 10 ദിവസങ്ങൾക്ക് ശേഷം ബൈക്ക് ആക്സിഡന്റിൽ മരണമടഞ്ഞു. തന്റെ കൂട്ടുകാരൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായപ്പോൾ അദ്ദേഹം വൈദികനായ അതേ സന്യാസഭയിൽ ചേർന്ന് വൈദികനായി കർത്താവിനും അവന്റെ സഭയ്ക്കുമായി ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ഒരു ഉൾപ്രേരണ തന്നിലുണ്ടായെന്ന് ജോബി ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. 900 വർഷങ്ങൾക്ക് മുമ്പ് പ്രിമോൺട്രേ മലനിരയിൽ വിശുദ്ധ നോർബർട്ടിനാൽ സ്ഥാപിതമായ നോർബർട്ടൈൻ സന്യാസ സമൂഹത്തിന്റെ അംഗമായിരുന്നുകൊണ്ട് ദൈവകരുണയിൽ ആശ്രയിച്ചും സമർപ്പിച്ചും പൗരോഹിത്യത്തിന്റെ ഈ സുവിശേഷ യാത്ര ഞാനിവിടെ ആരംഭിക്കുകയാണ്. പൗരോഹിത്യം എന്നത് ആർക്കും വില നൽകാൻ കഴിയാത്ത ഒരു അമൂല്യ നിധിയാണ്. പൗരോഹിത്യം സ്വീകരിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് അത് ലോകത്തിനുള്ളതാണ്. വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ അമ്മയോടുമുള്ള വലിയ ഭക്തി ജോബിക്കുണ്ടായിരുന്നു. സെമിനാരിയിൽ വന്നതിനു ശേഷമാണ് ജോബി +2 പഠനം പൂർത്തിയാക്കിയത്. ബാംഗ്ലൂർ ധർമാരാമിൽ നിന്ന് ഫിലോസഫിയും തിയോളജിയും പൂർത്തിയാക്കി. മരക്കടവ് സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷകൾക്ക് തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാമ്പ്ളാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്തുവിനു വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അനേകായിരം വൈദികരിലൂടെ പരിശുദ്ധാത്മാവ് തിരുസഭയുടെ മഹത്വത്തിന്റെ ചരിത്രം എഴുതുന്നുണ്ടെന്ന് ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ മാർ ജോസഫ് പാമ്പ്ളാനി പറഞ്ഞു. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞു, തിരുസഭയ്ക്ക് 2 തരം ചരിത്രമുണ്ട്. ഒന്നാമത്തെ ചരിത്രം എഴുതുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വിളിയോട് വിശ്വസ്തത പുലർത്തുന്ന വൈദികരിലൂടെ, സമർപ്പിതരിലൂടെ, ദൈവമക്കളിലൂടെ പരിശുദ്ധാത്മാവ് ആ ചരിത്രം എഴുതും. 99% വൈദികരും സിസ്റ്റേഴ്സും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈ ചരിത്രം എഴുതുന്നവരാണ്. പക്ഷേ തിരുസഭയ്ക്ക് മറ്റൊരു ഇരുണ്ട ചരിത്രമുണ്ട്. ആ ചരിത്രം എഴുതുന്നത് ദുഷ്ടാരൂപിയായ പിശാചാണ്. അവനോട് ചേർന്ന് ചരിത്രം എഴുതാൻ നമ്മളിൽ ചിലർ കർത്താവിനെ വഞ്ചിക്കുന്നുണ്ട്. നമ്മളിൽ ചിലർ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് സാത്താന്റെ ഒപ്പം നിന്ന് സഭയുടെ ഇരുണ്ട ചരിത്രം എഴുതാൻ വ്യഗ്രതപ്പെടുന്നുണ്ട്. ആ ചരിത്രത്തിനാണ് ഇന്ന് മാധ്യമങ്ങൾ അമിത പ്രാധാന്യം നൽകുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, പിശാചെഴുതിയ അപൂർവം ചില ഇടറിപ്പോയ വൈദികരെ കൊണ്ട്, സമർപ്പിതരെ കൊണ്ട് പിശാചെഴുതിക്കുന്ന ഈ ചരിത്രം വായിച്ച് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. സഭയുടെ പൗരോഹിത്യത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു, പൗരോഹിത്യത്തിന്റെ വിലയങ്ങ് ആവിയായി പോയി എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഓർക്കുക, ഈ ജോബിയെ പോലെ, ഇവിടെ ഇരിക്കുന്ന പുരോഹിതരെ പോലെ മിശിഹായ്ക്ക് വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അനേകായിരം വൈദികരിലൂടെ പരിശുദ്ധാത്മാവ് തിരുസഭയുടെ മഹത്വത്തിന്റെ ചരിത്രം എഴുതുന്നുണ്ട്. ആരെല്ലാം എത്രമേൽ മൂടിവയ്ക്കപ്പെട്ടാൻ നോക്കിയാലും ആ ചരിത്രം മൂടിവയ്ക്കാനാവില്ല എന്നതിൻ്റെ സാക്ഷ്യമാണ് പൗരോഹിത്യത്തിലേക്ക് ഇപ്പോഴും ഈ ചെറുപ്പക്കാർ ധീരതയോടെ ചുവടുവെച്ച് കടന്നു വരുന്നത്.
എന്ന സത്യം പ്രിയപ്പെട്ടവരെ ഓർക്കുക. ഫാദർ ജോബി അംഗമായിരുന്ന നോർബർട്ടൈൻ സന്യാസ സമൂഹം വിശുദ്ധ അഗസ്തീനോസിന്റെ നിയമാവലിയോടും സഭയുടെ ഭരണഘടനയോടും വിധേയത്വം കാണിച്ച് ഇന്ന് 900 വർഷങ്ങളുടെ സേവന നിറവിലാണ്. ആഘോഷമായ ദിവ്യബലി അർപ്പണം, സാഹോദര്യം സാർത്ഥകമാക്കി ആഘോഷിക്കുന്ന സമൂഹജീവിതം, പ്രവൃത്തിയും പ്രാർത്ഥനയും സമന്വയിപ്പിച്ച ജീവിതക്രമം എന്നിവ വഴിയായി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന നോർബർട്ടൈൻ സന്യാസ സമൂഹത്തിന് ഇന്ന് 27ഓളം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 1300-ൽ പരം അംഗങ്ങളുണ്ട്. ഇതേ പേരിനാൽ ഒരു സന്യാസിനി സമൂഹവും അൽമായ കൂട്ടായ്മയും ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു. മാനന്തവാടി നോർബർട്ടൈൻസ് എന്നറിയപ്പെടുന്ന ഈ സമൂഹത്തിൽ ഇന്ന് 103 അംഗങ്ങളുണ്ട്. മാതൃഭവനമായ മാനന്തവാടിയിലെ സെന്റ് നോർബർട്ട് പ്രയറിക്ക് പുറമെ വയനാട്ടിലെ ദ്വാരക, കോഴിക്കോട്, എറണാകുളം, കാസർഗോഡ് എന്നിവിടങ്ങളിലും ആസാമിലെ ഗോൾപാറ, കർണാടകത്തിലെ ചിക്കമംഗളൂരു, ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിലും ജർമ്മനി, ഓസ്ട്രിയ, അമേരിക്ക, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലും മാനന്തവാടി നോർബർട്ടൈൻ സന്യാസ സമൂഹത്തിലെ വൈദികർ ശുശ്രൂഷ ചെയ്യുന്നു. സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കേരളത്തിലെ നസ്രാണികൾക്കിടയിൽ തനത് പരമ്പരാഗത ഭക്താനുഷ്ഠാനമായ പിണ്ടികുത്തി തിരുനാൾ ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചു. വിവിധ രൂപതകളിൽ രൂപതാധ്യക്ഷന്മാർ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. മാർത്തോമ ക്രൈസ്തവർക്കിടയിൽ നടക്കുന്ന ആചാരം മധ്യ കേരളത്തിൽ പിണ്ടികുത്തി തിരുനാളെന്നും തെക്ക് ഭാഗത്ത് രാക്കുളി തിരുനാളെന്നും അറിയപ്പെടുന്നു. ജനുവരി 5-ന് വൈകിട്ട് തുടങ്ങിയ തിരുനാൾ ജനുവരി 7-ന് അവസാനിച്ചു. ക്രിസ്തുമസ് കഴിഞ്ഞ 13-ാം ദിവസം വൈകിട്ട് പിണ്ടികുത്തി പിണ്ടി തെളിയിച്ച 6-ാം തീയതി പുലർച്ചെയും അന്ന് വൈകിട്ടും 7-ാം തീയതി പുലർച്ചയും ഉൾപ്പെടെ 4 തവണ പിണ്ടി തെളിയിക്കുന്ന ആചാരം പരമ്പരാഗത ക്രിസ്തീയ കുടുംബങ്ങളിലുണ്ട്. കേരളത്തിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കും കുടിയേറിയ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാചാരമായി പിണ്ടിപ്പെരുന്നാളിനെ കാണാം. ദീപങ്ങളുടെയും അത് പരത്തുന്ന പ്രകാശത്തിന്റെയും തിരുനാളായാണ് പിണ്ടിക്കുത്തി തിരുനാൾ പൊതുവിൽ അറിയപ്പെടുന്നത്. ജനുവരി 5-ാം തീയതി ഉച്ചതിരിയുമ്പോൾ തന്നെ വാഴപ്പിണ്ടി അതിന്റെ പുറമ്പോളകൾ നീക്കി ഭംഗിയാക്കിയ ശേഷം പള്ളിമുറ്റത്തും സന്യാസ ഭവനങ്ങളിലും വീട്ടുമുറ്റത്തും കുത്തി വർണ്ണക്കടലാസുകളും തെങ്ങോലകളും കൊണ്ട് വർണ്ണാഭമാക്കുന്നു. പിന്നീട് വൈകിട്ട് മൺചിരാതുകളും തിരികളും സജ്ജീകരിച്ച് ദീപാലങ്കാരം നടത്തും. കത്തോലിക്ക കുടുംബങ്ങളിൽ വൈകിട്ട് ഭക്തിയോടെ അർപ്പിക്കപ്പെടുന്ന കുടുംബ പ്രാർത്ഥനയോട് ചേർന്നും പള്ളികളിൽ റംസാ പ്രാർത്ഥനയോടും ചേർന്ന് വളരെ ആഘോഷമായി തന്നെയാണ് പരമ്പരാഗതമായ പിണ്ടി തെളിയിക്കൽ നടത്താറ്. പള്ളികളിൽ വൈദികരും രൂപത ആസ്ഥാനത്തും കത്തീഡ്രൽ ദേവാലയങ്ങളിലും ബിഷപ്പുമാർ കാർമ്മികത്വം വഹിച്ചു. കുടുംബങ്ങളിൽ കുടുംബനാഥൻ തിരി തെളിയിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രദക്ഷിണഗീതം ആലപിച്ചുകൊണ്ട് പിണ്ടിയിലുള്ള ബാക്കി തിരികളും പരിസരങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്ന മറ്റു ദൈവങ്ങളും കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് തെളിയിക്കും. 6-ാം തീയതി പുലർച്ചെയും അന്ന് വൈകിട്ടും 7-ാം തീയതി പുലർച്ചെ ഉൾപ്പെടെ ആകെ 4 തവണയാണ് പിണ്ടി തെളിയിക്കുക. സന്യാസിനി ഭവനങ്ങളിൽ പ്രാർത്ഥനാഗീതത്തോടെ വളരെ ആഘോഷമായാണ് പിണ്ടിക്കുത്തി തിരുനാൾ സന്യാസിനിമാർ ഇത്തവണയും ആഘോഷിച്ചത്. മിശിഹ ലോകത്തിന്റെ പ്രകാശമാകുന്നുവെന്ന ഭാരത സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഘോഷിക്കുന്നതാണ് പിണ്ടി പെരുന്നാൾ. ദൈവശാസ്ത്രപരമായി ഈശോ മിശിഹ സ്നാപക യോഹന്നാനിൽ നിന്ന് അനുതാപത്തിന്റെ മാമോദിസ സ്വീകരിച്ച ധനഹ തിരുനാളിന്റെ പാരമ്പര്യ ആചരണമാണ് പ്രത്യക്ഷീകരണ തിരുനാൾ എന്നുകൂടി അറിയപ്പെടുന്ന പിണ്ടിക്കുത്തി തിരുനാൾ. ചിലയിടങ്ങളിൽ ഈ തിരുനാളാഘോഷം രാക്കുളി പെരുന്നാളെന്നും അറിയപ്പെടുന്നു. പാലാരൂപതയിൽ രാക്കുളി പെരുന്നാൾ ഇത്തവണയും വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടി. കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവർ ഈ തിരുനാളിനെ പിണ്ടിക്കുത്തി പെരുന്നാളെന്നാണ് വിളിച്ചിരുന്നത്. ക്രിസ്തു ലോകത്തിന് പ്രകാശമാകുന്നു എന്നതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തിരുനാളിന് വൈകിട്ട് വാഴപ്പിണ്ടിയിൽ എണ്ണവിളക്കുകൾ കത്തിച്ച് മാർത്തോമ ക്രിസ്ത്യാനികൾ വീടിന് ചുറ്റും വയ്ക്കുമായിരുന്നു. പലയിടത്തും പുൽക്കോടും ക്രിസ്തുമസ് നക്ഷത്രവും അഴിച്ചുവെക്കുന്ന ദിവസം കൂടിയാണിത്. മധ്യ കേരളത്തിൽ വളരെ വിശാലമായി ഈ തിരുനാൾ ആചരിക്കുന്ന പതിവ് ഇന്നും നിലവിലുണ്ട്. ലോകത്തിന്റെ പ്രകാശമായി തീർന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള അവസരമായാണ് പിണ്ടിക്കുത്തി തിരുനാളിനെ മാർത്തോമ ക്രിസ്ത്യാനികൾ നോക്കിക്കാണുന്നത്. ആയിരങ്ങൾക്ക് അഭയവും തുണയുമായ വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള FCRA രജിസ്ട്രേഷൻ ലൈസൻസ് കേന്ദ്രം പുതുക്കി നൽകി. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ്
ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. അതേസമയം വിശുദ്ധ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് സഹായവുമായി രംഗത്തെത്തിയ ഒഡീഷയിലെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന് സന്യാസിനി സമൂഹം നന്ദി പറഞ്ഞു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സംസ്ഥാനത്തെ 13 സ്ഥാപനങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 79 ലക്ഷം രൂപ അനുവദിച്ചത്. ആയിരങ്ങൾക്ക് അഭയവും തുണയുമായ വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള FCRA രജിസ്ട്രേഷൻ ലൈസൻസ് കേന്ദ്രം പുതുക്കി നൽകി. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പൊന്നും നൽകിയിട്ടില്ല. FCRA വെബ്സൈറ്റിൽ അനുമതി പുനഃസ്ഥാപിച്ചതായി നിരവധി പേർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 25-നാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ഇന്ത്യയിൽ വിദേശ സംഭാവന സ്വീകരിക്കുന്നത് പുതുക്കാനുള്ള രജിസ്ട്രേഷൻ അപേക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തള്ളിയത്. സമൂഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത് നടുക്കമുണർത്തുന്നതാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു. സന്യാസ് സമൂഹത്തിന്റെ പരിചരണത്തിലുള്ള 22,000 രോഗികൾക്കും മറ്റുള്ളവർക്കും ഭക്ഷണവും മരുന്നും വാങ്ങാൻ നിർവാഹമില്ലാതായെന്നും അവർ പറഞ്ഞിരുന്നു. ഇതോടെയാണ് വിഷയം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വലിയ ശ്രദ്ധ നേടുന്നത്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ലെന്നും വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുവാനുള്ള FCRA രജിസ്ട്രേഷൻ പുതുക്കുവാനുള്ള അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തതെന്നും സന്യാസ് സമൂഹം പ്രസ്താവനയിറക്കി. കേന്ദ്രത്തിനെതിരെ വ്യാപക വിമർശനമാണ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഉയർന്നത്. ഇതിനിടെ സംസ്ഥാനത്ത് മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന ഭവനങ്ങൾക്കും അനാഥാലയങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപനങ്ങൾക്ക് വേണ്ടി 79 ലക്ഷം രൂപ ഒഡീഷ സർക്കാർ അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഇടപെടലിനും കരുതലിനും അകമഴിഞ്ഞ നന്ദി അർപ്പിക്കുന്നുവെന്നും ആരോടും ധനസഹായം ചോദിച്ചിരുന്നില്ല എന്നും എന്നാൽ നിരവധി ആളുകൾ സ്വമനസാലെ തങ്ങളുടെ സേവന സന്നദ്ധതയും നിലവിലെ നിസ്സഹായതയും കണ്ടറിഞ്ഞ് സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും ഒഡീഷയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ചുമതലയുള്ള സിസ്റ്റർ സ്റ്റാനി റോസ് പറഞ്ഞു. മഹാമാരിയുടെ നാളിൽ വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപവുമായി 14 രാജ്യങ്ങളിലൂടെ പ്രയാണം ആരംഭിച്ചു. മനപരിവർത്തനത്തിനും അനുരഞ്ജനത്തിനും ലോകജനതയ്ക്ക് പ്രചോദനമേകുക എന്ന ലക്ഷ്യവുമായാണ് പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. മഹാമാരി മൂലമുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച പ്രയാണം പോർച്ചുഗൽ, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, അമേരിക്ക, നിക്കരാഗ, അർജന്റീന, ചിലി, കൊളംബിയ എന്നിങ്ങനെ 14 രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോവുക. കരിങ്കടലിനും കാസ്പിയൻ കടലിനുമിടയിലെ കൗക്കാസസ് റീജിയനിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളും പര്യടന പട്ടികയിലുണ്ട്. 1947 ആരംഭിച്ച് ഇതിനകം അനേകം രാജ്യങ്ങളിൽ ക്രമീകരിക്കപ്പെട്ട വിഖ്യാതമായ മരിയൻ പ്രയാണത്തിന്റെ തുടർച്ച തന്നെയാണിത്. 1945-ൽ 2ാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷമായിരുന്നു ഫാത്തിമ നാഥയുടെ തിരുസ്വരൂപ പ്രയാണത്തിന്റെ ആരംഭം. ഫാത്തിമ നാഥയുടെ ദർശനത്തിന് ഭാഗ്യം ലഭിച്ച സിസ്റ്റർ ലൂസിയ നൽകിയ വിവരണം അനുസരിച്ചാണ് ആദ്യമായി ഫാത്തിമ നാഥയുടെ ചിത്രം തയ്യാറാക്കിയത്. കൂടാതെ സിസ്റ്റർ ലൂസിയ നൽകിയ വിവരണ പ്രകാരം തയ്യാറാക്കിയ തിരുസ്വരൂപത്തിന്റെ പകർപ്പാണ് പ്രയാണത്തിന് ഉപയോഗിക്കുന്നത്. പോർച്ചുഗലിലെ ലീരിയ രൂപതയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ തിരുസ്വരൂപത്തിന്റെ കിരീടധാരണം 1947 മെയ് 13-നായിരുന്നു. ഇതിനകം വിവിധ ഭൂഖണ്ഡങ്ങളിലെ 64 രാജ്യങ്ങളിൽ ചിത്രം പര്യടനം നടത്തിയിട്ടുണ്ട്. തീർത്ഥാടന തിരുസ്വരൂപത്തിന്റെ പര്യടനം ഇനി അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രം മതിയെന്ന തീരുമാനത്തോടെ 2000-ൽ ഫാത്തിമയിൽ അവർ ലേഡി ഓഫ് റോസറി ബസിലിക്കയിൽ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുകയായിരുന്നു. സംഘർഷ സാധ്യത തുടരുന്ന അർമേനിയ, ജോർജിയ, അസർബൈജാൻ എന്നീ രാജ്യങ്ങളിൽ സമാധാനത്തിന്റെ സന്ദേശമേകാൻ ഫാത്തിമ നാഥയുടെ യഥാർത്ഥ തീർത്ഥാടന തിരുസ്വരൂപം കഴിഞ്ഞ വർഷം പര്യടനത്തിലെത്തിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരന്തരമായ അഭ്യർത്ഥനകളെ തുടർന്ന് തീർത്ഥാടന തിരുസ്വരൂപത്തിന്റെ മാതൃകയിൽ തയ്യാറാക്കിയ 13 മരിയൻ ചിത്രങ്ങൾ ഇപ്പോൾ വിവിധ ഭൂഖണ്ഡങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ക്രിസ്തുമസ് ആഘോഷപൂർവ്വമായും ഭക്ത്യാദരങ്ങളോടെയും ആചരിച്ച് വിവിധ രാജ്യങ്ങളിലെ ഓർത്തഡോക്സ് ക്രൈസ്തവർ ക്രിസ്തുമസ് പാതിരാ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, റഷ്യ, സെർബിയ ഉൾപ്പെടെയുള്ള 16 ഓർത്തഡോക്സ് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങൾ ആവേശഭരിതമായ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വേദിയായി. ജൂലിയൻ കലണ്ടർ പ്രകാരം ജനുവരി 7-ന് ക്രിസ്മസ് കൊണ്ടാടുന്ന വിവിധ രാജ്യങ്ങളിൽ ജനുവരി 6 രാത്രിയോടെ ക്രിസ്മസ് പാതിരാ ശുശ്രൂഷകൾ ആരംഭിച്ചു. നോവോ ഒഗറിയോവോയിലുള്ള പ്രസിഡൻഷ്യൽ വസതിയിലെ ചാപ്പലിലായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. പതിവായി ദേവാലയ പൊതു ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ജനപങ്കാളിത്തമില്ലാതെയായിരുന്നു പുടിൻ ഇക്കുറി ക്രിസ്മസ് രാത്രിയിലെ ശുശ്രൂഷകളിൽ പങ്കുചേർന്നത്. മോസ്കോയിലെ ക്രൈസ്റ്റ് ദ സേവിയർ കത്തീഡ്രലിൽ നടന്ന ക്രിസ്മസ് പാതിരാ കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും റഷ്യൻ ഓർത്തഡോക്സ് തലവൻ പാത്രിയാർക്കീസ് കിറിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതേസമയം പരമ്പരാഗതവും വ്യത്യസ്തവുമായ അനുഷ്ഠാനങ്ങളോടെയായിരുന്നു സെർബിയയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ.
ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിന്റെ പ്രതീകാത്മകമായി വൃക്ഷശിഖരങ്ങൾ കത്തിച്ചും ബോൺഫയറുകളും വിശേഷാൽ പ്രാർത്ഥനാ ശുശ്രൂഷകളും നടത്തിയും കരോൾ ഗാനങ്ങൾ ആലപിച്ചും ക്രിസ്മസിന് ആവേശഭരിതമായ തുടക്കം കുറിച്ച ശേഷമായിരുന്നു വിശ്വാസികൾ ദേവാലയത്തിൽ ക്രിസ്മസ് ദിവ്യബലിക്കായി സമ്മേളിച്ചത്. മഞ്ഞുമൂടിയ നിരത്തുകളിലൂടെ ക്രിസ്മസ് ശുശ്രൂഷകൾക്കായി സെയിന്റ് സാവ ദേവാലയത്തിൽ തടിച്ചുകൂടിയവരിൽ സെർബിയയിലെ സൈനികരും സന്നിഹിതരായിരുന്നു. ലോകവ്യാപകമായി 16 ഓർത്തഡോക്സ് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളോടെ ക്രിസ്മസ് ആഘോഷങ്ങൾ കൊണ്ടാടി. അമേരിക്കൻ സംസ്ഥാനമായ കൊളറാഡോയിലെ ഡെൻവറിൽ കാട്ടുതീക്കിരയായവരുടെ സഹായത്തിനായി അടിയന്തര സഹായ നിധി പ്രഖ്യാപിച്ചു. ഡെൻവർ അതിരൂപത ആർച്ച് ബിഷപ്പ് സാമുവൽ അക്വിലയാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. കനത്ത നാശം വിതച്ച കാട്ടുതീയിൽ ഏതാണ്ട് 1000-ഓളം വീടുകളാണ് കത്തിയമർന്നത്. $250,000 ഡെൻവർ അതിരൂപത സഹായനിധിക്കായി സംഭാവന ചെയ്തിരിക്കുന്നത്. സഹായനിധിക്ക് പുറമെ ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് അഭയം നൽകണമെന്ന് ആർച്ച് ബിഷപ്പ് അതിരൂപതയിലെ ഇടവക സമൂഹങ്ങളോട് അഭ്യർത്ഥിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ കാട്ടുതീ വടക്കു പടിഞ്ഞാറൻ മെട്രോ ഡെൻവർ പട്ടണങ്ങളായ സുപ്പീരിയറിലെയും ലൂയിസ് വില്ലയിലെയും 6000 ഏക്കർ സ്ഥലത്തേക്ക് പടർന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. സെന്റ് ലൂയിസ് സേക്രഡ് ഹാർട്ട് ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഇടവക ജനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ഭവനങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അവർക്ക് നമ്മുടെ സഹായം അത്യാവശ്യമാണെന്നും ആർച്ച് ബിഷപ്പ് സാമുവൽ അക്വില കൂട്ടിച്ചേർത്തു. ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അഭയം നൽകുക, ഭക്ഷണ വിതരണത്തിനുള്ള സഹായ സൗകര്യം ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നൈറ്റ്സ് ഓഫ് കൊളംബസ് കൗൺസിൽ വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ജനുവരി 8-9 തീയതികളിലെ വിശുദ്ധ കുർബാനയിലെ സ്തോത്രക്കാഴ്ച കാട്ടുതീ നാശനഷ്ടം വിതച്ച മേഖലകളിലുള്ളവരുടെ സഹായത്തിനായി രൂപം നൽകിയിരിക്കുന്ന അടിയന്തര ദുരിതാശ്വാസ നിധിയിലേക്കായിരിക്കും സ്വീകരിക്കുകയെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ഡിസംബർ 30 വൈദ്യുതി ലൈൻ പൊട്ടിവീണതിനെ തുടർന്ന് ഡെൻവറിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് കാട്ടുതീ ഉണ്ടായത്. ശക്തമായി വീശിയ കാറ്റ് സാഹചര്യം കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ഏതാണ്ട് 1000-ഓളം വീടുകളാണ് കത്തിനശിച്ചത്. കൊളറാഡോയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ദുരിതങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. 2022 ആഗോള മിഷൻ ദിനത്തിനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന തിരുവചനമാണ് 2022 മിഷൻ സന്ദേശത്തിന്റെ പ്രമേയം. സുവിശേഷ പ്രഘോഷണം സഭയുടെ മുഖമുദ്രയാണെന്ന് പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കി. ആഗോള സഭയിൽ മിഷണറി ബാല്യദിനം കൊണ്ടാടിയതിനോടനുബന്ധിച്ചായിരുന്നു 2022 ആഗോള മിഷൻ ദിനത്തിനുള്ള പാപ്പയുടെ സന്ദേശം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്നും സുവിശേഷ പ്രഘോഷണം അവളുടെ മുഖമുദ്രയാണെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ കുറിച്ചു. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന യേശുവിന്റെ വാക്കുകൾ മിഷൻ ദിന സന്ദേശത്തിന്റെ പ്രമേയമായി തിരഞ്ഞെടുത്ത പാപ്പ സുവിശേഷ പ്രഘോഷണം ക്രിസ്തു ശിഷ്യരുടെ അടിസ്ഥാന ദൗത്യമാണെന്നും ഓർമ്മിപ്പിച്ചു. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും സഭയുമായുള്ള കൂട്ടായ്മയിൽ സുവിശേഷ പ്രഘോഷണ പ്രേക്ഷിത വേലയിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവനാണ്. സഭയിലെ ആദ്യ അപ്പസ്തോലന്മാരെ പോലെ ആനന്ദത്തോടെയും ദൃഢചിത്തതയോടെയും ക്രിസ്തുവിന്റെ രക്ഷയുടെ സുവിശേഷം വാക്കിലും പ്രവൃത്തിയിലും പ്രഘോഷിക്കുന്നവരാകണം ക്രൈസ്തവർ. മിഷണറിമാരാകാൻ വിളിക്കപ്പെട്ട ഓരോ ക്രൈസ്തവനും പ്രവർത്തികളിലൂടെയും പ്രഘോഷണത്തിലൂടെയും ക്രിസ്തുവിന് അനുദിന ജീവിതത്തിൽ സാക്ഷ്യം നൽകണം. ഇതായിരിക്കണം 3-ാം സഹസ്രാബ്ദത്തിലെ സഭയുടെ വളർച്ചയ്ക്ക് വഴിതെളിക്കുന്ന നിർണായക ഘടകം. വിവിധ സംസ്കാരങ്ങളിലും ജീവിതത്തിന്റെ നാനാ തുറകളിലും പെട്ട ലോകാതിർത്തികളോളമുള്ള മനുഷ്യരിലേക്ക് ക്രിസ്തുവിന്റെ സഭയെ വികസിപ്പിക്കുക. മിഷണറി ജീവിതത്തിനാവശ്യമായ ഊർജവും ആനന്ദവും പരിശുദ്ധാത്മ പ്രവർത്തനത്തിലൂടെ നവീകരിക്കണമെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. അതിരൂക്ഷമായ മഴ മൂലം പ്രളയക്കെടുതികൾ നേരിടുന്ന ബ്രസീലിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ബ്രസീലിലെ കാരിത്താസ് സംഘടനയും യൂറോപ്യൻ യൂണിയനും കൈകോർക്കുന്നു. അതിശക്തമായ പ്രളയക്കെടുതികളാൽ രാജ്യത്തെ 25-ലധികം ജീവനുകളാണ് ഇതുവരെ അപഹരിക്കപ്പെട്ടത്. ബ്രസീലിൽ ആഴ്ചകളായി പെയ്യുന്ന കനത്ത മഴ മൂലമുള്ള അതിശക്തമായ കെടുതികളാൽ ഇതുവരെ 25-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 6.5 ലക്ഷത്തിലധികം ആളുകളെ നേരിട്ട് ബാധിച്ച ഈ അടിയന്തരാവസ്ഥയിൽ 517 പേർക്ക് പരിക്കേൽക്കുകയും ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തു. കഴിഞ്ഞ നവംബറിന് ശേഷം പെയ്ത മഴയിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് ബാഹ്യ മിനാസ് ജെറായിസ് പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അവസ്ഥയിൽ ബ്രസീലിലെ കാരിത്താസ് ഉപവിസംഘടന അവിടുത്തെ മെത്രാൻ സംഘവുമായി ചേർന്ന് ഈ പ്രദേശങ്ങളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഭക്ഷണം, കുടിവെള്ളം, വസ്ത്രം, കോവിഡ് പ്രതിരോധത്തിനായി ആരോഗ്യ ശുചിത്വ സംരക്ഷണത്തിനുള്ള വസ്തുക്കൾ എന്നിങ്ങനെയുള്ള സഹായങ്ങളാണ് കാരിത്താസ് ലക്ഷ്യം വെക്കുന്നത്. ബ്രസീലിനുള്ള അന്താരാഷ്ട്ര സഹായത്തിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ, അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന, ബ്രസീലിലെ മെത്രാൻമാരുടെ സംഘം എന്നിവയുടെ പ്രതിനിധികൾ കെടുതികൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ഇടങ്ങൾ സന്ദർശിക്കും. ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം ബലപ്പെടുത്താൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച വത്തിക്കാന്റെ മതാന്തര സംവാദത്തിനുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ മുൻ പ്രസിഡന്റ് കർദിനാൾ മൈക്കിൾ ഫിറ്റ്സ്ജെറാൾഡിന് എലിസബത്ത് രാജ്ഞിയുടെ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ബഹുമതി. പുതുവർഷത്തോടും രാജ്ഞിയുടെ പിറന്നാളിനോടനുബന്ധിച്ചുമാണ് എല്ലാ വർഷവും എലിസബത്ത് രാജ്ഞി വിവിധ മേഖലകളിൽ സംഭാവന നൽകുന്നവർക്ക് ഈ ബഹുമതി നൽകുന്നത്.
ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാൻ 84 വയസ്സുള്ള പ്രായമുള്ള ലിവർപൂൾ സ്വദേശിയായ കർദിനാൾ ഫിറ്റ്സ്ജെറാൾഡ് വലിയ സംഭാവനകൾ നൽകിയിരുന്നു. ആഫ്രിക്കയെ സുവിശേഷവത്കരിക്കാൻ വേണ്ടി ഫ്രഞ്ച് കർദിനാൾ ചാൾസ് ലെബിഗിരി 1868 ആരംഭിച്ച സൊസൈറ്റി ഓഫ് അപ്പസ്തോലിക് ലൈഫ് എന്ന സംഘടനയിലെ അംഗമാണ് കർദിനാൾ മൈക്കിൾ ഫിറ്റ്സ്ജെറാൾഡ്. തനിക്ക് കിട്ടിയ ബഹുമതി തനിക്ക് പരിശീലനം നൽകിയ സംഘടനയ്ക്കും ആഫ്രിക്കയിൽ സേവനം ചെയ്യുന്ന മിഷണറിമാർക്കും അവകാശപ്പെട്ടതാണെന്ന് കാത്തലിക് ന്യൂസ് ഏജൻസിയോട് കർദിനാൾ പറഞ്ഞു. ബ്രിട്ടന് പുറത്ത് പ്രവർത്തിച്ച തനിക്ക് രാജ്യ അവാർഡ് നൽകിയതിൽ നന്ദി അർപ്പിക്കുകയാണെന്ന് കർദിനാൾ കൂട്ടിച്ചേർത്തു. കൂടാതെ വത്തിക്കാനിൽ വിവിധ ചുമതലകളിൽ തനിക്ക് കിട്ടിയ പരിശീലനം ഉപയോഗപ്പെടുത്താൻ സാധിച്ച കാര്യവും അദ്ദേഹം സ്മരിച്ചു. ഓഫീസർ പദവി കൂടാതെ കമാൻഡർ, മെമ്പർ, നൈറ്റ്ഹുഡ് പദവികളും എലിസബത്ത് രാജ്ഞി നൽകാറുണ്ട്. കർദിനാൾ ഫിറ്റ്സ്ജെറാൾഡിനെ കൂടാതെ കഴിഞ്ഞ ദിവസം ബഹുമതി ലഭിച്ച കത്തോലിക്കരിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ഉൾപ്പെടുന്നു. നൈറ്റ് കമ്പാനിയൻ ഓഫ് ദ മോസ്റ്റ് നോബൽ ഓർഡർ ഓഫ് ദ കാർട്ടർ എന്ന നൈറ്റ്ഹുഡ് പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 1999 മുൻ വെസ്റ്റ് മിനിസ്റ്റർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ബേസിൽ ഹ്യൂമിന് ഓർഡർ ഓഫ് മെറിറ്റ് പദവി നൽകി എലിസബത്ത് രാജ്ഞിയെ ആദരിച്ചിരുന്നു. വിശുദ്ധ പൂജ്യരാജാക്കന്മാരുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് സ്പെയിനിൽ പാരമ്പര്യമായി നടത്താറുള്ള 3 രാജാക്കന്മാരുടെ പ്രദക്ഷിണം ഇക്കൊല്ലം വർണ്ണാഭമായി നടത്തി. ആയിരക്കണക്കിന് കാണികളാണ് പ്രദക്ഷിണം വീക്ഷിക്കുവാൻ തലസ്ഥാന നഗരിയായ മാഡ്രിഡിന്റെ തെരുവീതികളിൽ തടിച്ചുകൂടിയത്. കനത്ത മഴയെ അവഗണിച്ചും കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രദക്ഷിണം വീക്ഷിക്കുവാൻ എത്തിച്ചേർന്നത്. വിശുദ്ധ പൂജരാജാക്കന്മാരുടെ വേഷധാരികളായി ഒട്ടനവധി പേർ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. കോവിഡിന്റെ സാഹചര്യത്തിൽ 7000-ഓളം പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം അനുവദിച്ചിരുന്നത്. എങ്കിലും അതിൽ കൂടുതൽ ആളുകൾ 3 കിലോമീറ്ററോളം വരുന്ന പ്രദക്ഷിണ വീതികളിൽ അണിനിരന്നു. ജീവനുള്ള ഒട്ടകങ്ങൾ, നൃത്തകലകൾ, കരിമരുന്ന് പ്രയോഗം തുടങ്ങിയവ പ്രദക്ഷിണത്തിന് കൂടുതൽ മിഴിവേകി. ഉണ്ണിയേശുവിനെ കാണാൻ പൂജരാജാക്കന്മാർ നടത്തിയ യാത്രയുടെ സ്മരണയ്ക്കായാണ് സ്പെയിനിൽ പാരമ്പര്യമായി ഇത്തരമൊരു പ്രദക്ഷിണം സംഘടിപ്പിക്കുന്നത്. ഉണ്ണിയേശുവിന് പൂജരാജാക്കന്മാർ കുന്തിരിക്കവും സ്വർണവും മീറയും കാഴ്ച സമർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായി ജനുവരി 6-ന് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന പതിവും സ്പെയിനിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും നിലവിലുണ്ട്. പോളണ്ടിലെ വിവിധ സ്ഥലങ്ങളിലും ദനഹ തിരുനാൾ ദിനമായിരുന്ന ജനുവരി 6-ാം തീയതി വിപുലമായ ആഘോഷങ്ങൾ നടന്നു. പ്രസിദ്ധമായ 3 രാജാക്കന്മാരുടെ പ്രദക്ഷിണം തലസ്ഥാന നഗരിയായ വാർസോയിൽ ഉൾപ്പെടെ 668 സ്ഥലങ്ങളിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ടുഡേ ഈസ് എ ജോയ്ഫുൾ ഡേ എന്നതായിരുന്നു ഈ വർഷത്തെ പ്രദക്ഷിണങ്ങളുടെ ആപ്തവാക്യം. 2021 കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഏകദേശം 200ഓളം സ്ഥലങ്ങളിൽ മാത്രമേ പ്രദക്ഷിണം നടത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. 2011 ദനഹ തിരുനാൾ ദിനം പോളണ്ടിൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചതിനു ശേഷം രാജാക്കന്മാരുടെ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പോളണ്ടും സ്പെയിനും കൂടാതെ ഉക്രൈൻ, ഓസ്ട്രിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന ദനഹ തിരുനാൾ പ്രദക്ഷിണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാകുന്നു. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.